തൃശ്ശൂരിൽ കാര്യങ്ങളൊക്കെ അങ്ങനെ കളറായി തന്നെ പുരോഗമിക്കുകയാണ്. നമ്മൾ രാഗിലേക്കൊന്ന് പോവുകയാണ്. കാനാട്ടുകര ദേശത്തിന്റെ ഒരുക്കങ്ങളും അവരുടെ ആവേശവും ഒക്കെ രാഗിൻ അല്പസമയം മുമ്പ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. രാഗിൻ, കാനാട്ടുകര ദേശത്തിനൊപ്പം തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അവരുടെ തയ്യാറെടുപ്പുകൾ എന്താ, ഇറങ്ങാറായോ? അല്പസമയത്തിനകം തന്നെ അവർ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങും. ഇവിടെയെല്ലാം അവർ സജ്ജമായി പുറത്തേക്ക് നിൽക്കുകയാണ്. ചെണ്ടയുടെ വന്യതാളത്തിനൊപ്പം ചുവടുകൾ വെച്ച് അവർ മുന്നേറാൻ പോവുകയാണ്. ഇപ്പോൾ പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഇവർ പുറത്തേക്ക് പോകും. അതിനുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഇറങ്ങുമല്ലേ? ഷുവറായിട്ടും ഞങ്ങൾ നേരെ ടൗണിലേക്ക് ഫസ്റ്റ് പ്രൈസ് മേടിച്ച് ഞങ്ങൾ തിരിച്ചുമ്പി വരുവാ. അതുதான் കാനാട്ട ദേശം. തകർത്തിരിക്കും, തകർത്തിരിക്കും. ചൂട് വെച്ചാലോ? ചൂട് വെച്ചാലോ? നീ വെക്കണോ? പോരാ. ഓക്കെ, 51 പേരടങ്ങുന്ന സംഘം എല്ലാം ഒരുങ്ങി കഴിഞ്ഞോ? പ്രൈസാണ് ഇപ്രാവശ്യം. എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞോ? അതിന് കുറഞ്ഞ് ഞങ്ങളിപ്പോ മേടിക്കില്ല. ഞങ്ങൾ മേടിച്ച് സെക്കൻഡ് പ്രൈസ് ഞങ്ങൾ മേടിക്കണ്ട് പോലും. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസാണ് ഉറപ്പാണ് ഇപ്രാവശ്യം. എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. ഇനി 1-2 പുലികൾ മാത്രമുള്ള പടയില്. ഇനി വരാനുള്ളത് ആകെ 2 പുലി. ബാക്കിയുള്ള 49 പേര് ഇവിടെ ഉണ്ട്. പുലിമടയിൽ നിന്ന് എല്ലാ പുലികളും പുറത്തു 2 പേരുടെ ഉണ്ട്. അത് ഫിനിഷിംഗ് ആണ്. അത് ഇപ്പൊ വരും അവര്. അത്രേ ഉള്ളൂ. ചെണ്ടമേളം വീണ്ടും തുടങ്ങുകയാണ്. ചെണ്ടയുടെ താളങ്ങൾക്കൊപ്പം ചുവടുകൾ വെക്കാൻ പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ പുലിക്കൂട്ടങ്ങളൊക്കെ തന്നെ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും. തുടർന്ന് നടന്ന് നേരെ പോകുന്നത് സ്വരാജ് റൗണ്ടിലേക്കാണ്. ഈ മത്സരത്തിൽ 7 ടീമുകൾ മാറ്റിവെക്കുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനമായി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന ടീം കൂടിയാണ് കാനാട്ടുകര ദേശം. അതുകൊണ്ട് തന്നെ അവർക്ക് അല്പം ഒരു സാവകാശം, അല്ലെങ്കിൽ ആദ്യം ഇറങ്ങുന്നതിന് അല്പം ഒരു സാവകാശം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ചില ചടങ്ങുകൾ കൂടിയുണ്ട്. അതിൻ്റെ ചടങ്ങുകൾക്ക് ശേഷം അവരൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങും. ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തി എല്ലാ ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയാക്കിയാണ് അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇനങ്ങളിലുള്ള പുലികളുണ്ട്. വരയം പുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, കരിമ്പുലിയുണ്ട്, നീല നിറത്തിലുള്ള പുലിയുണ്ട്, പച്ച നിറത്തിലുള്ള പുലിയുണ്ട്. എല്ലാ പുലികളും മുഖാവരണമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. പുലിമടയിൽ നിന്ന് ഏതാണ്ട് ഭൂരിഭാഗം പുലികളും പുറത്തേക്ക് വന്നു കഴിഞ്ഞു. കുട്ടിപ്പുലികളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ആഘോഷമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഇവിടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ആകെ നിലനിൽക്കുന്നത്. നിരവധി പേർ ഇവിടെ കാണാനെത്തിയിട്ടുണ്ടായിരുന്നു. അത്തരം കാഴ്ചകൾ കൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായി തന്നെ കണ്ടു. ഈ ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പുലിക്കൂട്ടങ്ങൾ അല്പസമയത്തിനകം തന്നെ ഇറങ്ങും. അതിനു വേണ്ടിയിട്ട് ഉള്ള ഒരുക്കത്തിലാണ് അവർ എല്ലാവരും. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് പുലികളാണ് സെലിബ്രിറ്റീസ്. ആ പുലികൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാനും അവർക്കൊപ്പം നിന്ന് കാഴ്ചകൾ കാണാനും അതെ, അത് തന്നെയാണ് രാഗൻ. അങ്ങനെ ജനങ്ങളൊക്കെ ഒഴുകി എത്തുകയാണ് സ്വരാജ് റൗണ്ടിലേക്കും. ഈ പുലിമടയ്ക്ക് മുൻപിൽ തന്നെയും ഒരുപാട് ജനങ്ങളുണ്ട്. തുടക്കം മുതൽ തന്നെ ആൾക്കാർ ആ കാഴ്ചകളെല്ലാം കണ്ട് അത്രത്തോളം സന്തോഷിക്കുകയാണ്. എന്തായാലും ഇത്തവണ ഞങ്ങൾ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് കാനാട്ടുകര ദേശം. അവരുടെ വാക്കുകളൊക്കെ കേട്ടല്ലോ. അങ്ങനെ ഓരോ ദേശക്കാരും തയ്യാറെടുപ്പിലാണ്. റൗണ്ടിലേക്ക് ഓരോരുത്തർ എത്തിത്തുടങ്ങുന്നു. ഇനി 1-2 പുലികൾ മാത്രമേ പല പുലിമടകളിലും ഉള്ളൂ. അങ്ങനെ എത്തട്ടെ, എല്ലാവരും എത്തട്ടെ. നമുക്ക് ആ കാഴ്ചകളിലേക്ക് വരാം.